ഹായ്, ഇത് നമ്മൾ പത്തനംതിട്ടയിൽ നമ്മൾ അച്ഛനും അമ്മയ്ക്കും കയറ്റി കൊടുക്കുന്ന വീടാണ് കേട്ടോ. പക്ഷേ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഇതിലേക്കാണ്ട് മാറ്റി താമസിപ്പിക്കാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുണ്ടായിരുന്നത്. നമുക്ക് നല്ല രണ്ടാൾക്കാരെ ഇവിടെ കിട്ടി ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത്. അപ്പോൾ ആ ചേട്ടനാണ് ഇതിൻ്റെ പെയിൻറ്റിങ്ങും പിന്നെ ഇതിൻ്റെ ഉള്ളത്തെ വർക്കുകളൊക്കെ ബാക്കിയുള്ളതൊക്കെ ചെയ്തു തരുന്നത്. പക്ഷേ അവർ ചെയ്ത ദിവസം നന്നായി മഴ പെയ്തു. അതുകൊണ്ട് ചെയ്ത പെയിൻ്റെല്ലാം ഒലിച്ചു പോയി. ഇപ്പോൾ ഇന്നും മഴ പെയ്യണ കാരണം കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ മഴ ഒന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കി എല്ലാ വർക്കുകളും ഒരുവിധം തീർന്നിട്ടുണ്ട്. നമ്മളെ ടൈൽസിൻ്റെ വർക്കാണെന്നുണ്ടെങ്കിലും ഡോറാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡോറൊക്കെ നല്ല മരത്തിൻ്റെ നല്ല തേക്കിൻ്റെ ഡോർ തന്നെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ ഉള്ളിലൊരു ഒറ്റ റൂമാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ അതിന് ഒരു റെഡിമെയ്ഡ് ഡോറും അതേപോലെ തന്നെ ബാത്റൂമിന് ഒരു നോർമൽ ഡോറും. ഒരുവിധം എല്ലാ വർക്കും കഴിഞ്ഞെന്ന് പറയാം. കണ്ടില്ലേ, ഫാന് കാര്യങ്ങൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഇതാണ്, ഈ പെയിൻറ്റിങ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. മഴ കാരണം കൊണ്ട് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് മാത്രം ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതും കൂടി ശരിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത ആഴ്ചയിലും അവരിതിലേക്ക് മാറ്റി താമസിപ്പിക്കണം എന്നാണ് പ്ലാന്. ക്ലോസറ്റൊക്കെ നല്ല അമ്മോൻ്റെ സെലക്ഷൻ പ്രകാരം നല്ല അടിപൊളി സൂട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ടൈലന്നേ പറഞ്ഞിരുന്നു നമ്മൾ കുറച്ച് മിക്സഡ് കളറാക്കി എടുത്തു. അതൊരു ചെക്ക് രീതിയിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വിരിച്ചിട്ടുണ്ടെന്ന് കരുതണം. പിന്നെ മെയിനായിട്ടുള്ളത് കിച്ചണാണ്. കിച്ചണിലും ചെറിയൊരു വർക്ക് ബാലൻസ് ഉണ്ട്. ഇത് അമ്മൂൻ്റെ സെലക്ഷനാണ്. കാരണം എല്ലാ വീട്ടിലും വലിയ വീടായിരിക്കും, പക്ഷേ വാഷ് ബേസിൻ വൃത്തി ഉണ്ടാവില്ല. ഒന്ന് കൈ കഴുകാനോ തുപ്പാനോ പറ്റില്ല. കാരണം അത് കുറച്ച് വലിയ സ്പേസുള്ള വാഷ് ബേസിൻ വെച്ചു. അതിനൊരു മിറർ വെച്ചിട്ടുണ്ട്. ചെറിയൊരു കിച്ചണും ഹാളും ആണല്ലോ നമുക്കുള്ളത്. 2 ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി ഇവിടെ ഫാനില്ലാത്ത ഒരു ഇഷ്യൂ വരണ്ട. പിന്നെ ഈ വീടിൻ്റെ സീലിംഗ് കണ്ടാൽ നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ സീലിംഗ് പ്ലാസ്റ്ററിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മളെ വർക്കേഴ്സ് 2 കോട്ട് പ്രൈമർ അടിച്ചാണ് കേട്ടോ ഇതിൻ്റെ സീലിംഗ്. ഈ വീടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് നമ്മളെ വർക്കേഴ്സാണ് പ്രൈമർ അടിച്ചത്. പക്ഷേ അപ്പോഴേക്കും അവർക്ക് തിരക്കായി. അവരെ ഞാൻ അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പെൻഡിങ് ആയി കിടക്കുമ്പോഴാണ് അമ്മൂന് അവിചാരിതമായിട്ടൊരു ചേച്ചീനെ കിട്ടിയത്. തൊട്ടടുത്തുള്ള സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് പെയിൻറ്ററായിരുന്നു. പിന്നെ നമ്മളെല്ലാ കോർഡിനേഷനും ആളോടാണ് ചെയ്യണത്. അങ്ങനെ ആളെ കണക്ഷൻ വഴിയാണ് ഈ ഒരു ചേട്ടനെയും പരിചയപ്പെട്ടത്. ഈ ചേട്ടൻ്റെ പേരെന്തായിരുന്നു നമ്മളെ പെയിൻറ്റർ? ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിതൊക്കെ ഫോണിലൂടെ മാത്രം വിളിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങളതൊന്ന് നോക്കാനായിട്ട് വന്നതാണ് ഇങ്ങോട്ട്. അപ്പോൾ പെയിൻറ്റിങ് ആ ചേട്ടൻ പറഞ്ഞിരുന്നു അന്ന് മഴ കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. ഞായറാഴ്ച മഴ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ വീട് കംപ്ലീറ്റ് ചെയ്യും. അതോടുകൂടിയിട്ട് ഇനി ആകെയുള്ള സിങ്ക് ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് നാളായി ഈ സിങ്കൊക്കെ മേടിച്ച് വെച്ചിട്ടോ. ഈ സിങ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മേടിച്ചത് ഇടുക്കി മൂന്നാറിൽ നിന്നാണ്. കാരണം മൂന്നാറത്തെ നമ്മളെ പാറയുടെ മുകളിൽ നമ്മളെ വീട്ടിനെ പർച്ചേസ് ചെയ്തപ്പോൾ അവിടുന്ന് മേടിച്ച് വെച്ചതാണ്. ഒറ്റ സിംഗലുള്ളൂ. അപ്പോൾ അത്യാവശ്യം സ്പേസ് വേണം തോന്നിയുകൊണ്ട് കുറച്ച് വലുത് മേടിച്ചതാണ്. ഇനിയിപ്പോൾ ആകെയുള്ളതൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ ഇതിൻ്റെ മുകളിലൊരു ടോപ്പ് ഇട്ട് കൊടുക്കണം. ഗ്രാനൈറ്റൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഈ പറഞ്ഞ മാതിരി ഇവിടെ കറക്റ്റ് അതിനൊരാളെ കിട്ടിയിട്ടില്ല. പിന്നെ ഒരാളെ വന്ന് നോക്കിയായിരുന്നു. ആൾ കുറച്ച് റേറ്റ് കൂടുതലാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വർക്ക് മാത്രമാണ് ഇപ്പോൾ ഇനി പെൻഡിങ് ആയിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു വീട് ഫുൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. വയസ്സായ 2 ആൾക്കാർക്ക് താമസിക്കാൻ ഈ വീട് ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. നേരത്തെ ഇപ്പോൾ പറഞ്ഞിരുന്നു പത്തനംതിട്ടയിലും പ്രൊജക്റ്റ് ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ടയിലുണ്ട്. കാരണം ഈ കാര്യങ്ങളും നോക്കണം, ഇതിനൊക്കെ പൈസയും കൊടുക്കണ്ടേ. അപ്പോൾ അതൊരു പ്രൊജക്റ്റായിട്ട് തന്നെയാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യണത്. സിങ്ക് കുറച്ച് വലുതായ കാരണം കൊണ്ട് ഞാൻ ആ ചേട്ടന് പറഞ്ഞു കൊടുത്ത മെഷർമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പോസ്റ്റ് മാത്രം മാറ്റി കഴിഞ്ഞാൽ ഈ വലിയ സിങ്ക് ഇതിൽ സൂട്ടാവും. കാരണം പുറത്തൊന്നും പോയി കഴുകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളത് ഫുള്ള് ഇതിൽ തന്നെ കഴുകണമെന്നുണ്ടെങ്കിൽ മിനിമം വലിയ കുഴപ്പമില്ലാത്തൊരു സിങ്ക് വേണം. ഇതാണ് നമ്മൾ ആ ചെറിയൊരു വീട്.
കണക്ഷനും കാര്യങ്ങളും ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിങ്ങും എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ചെറിയൊരു വീടായ കാരണം കൊണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വെള്ളത്തിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ 1000 ലിറ്ററിൻ്റെ 2 ടാങ്ക് വരെ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇനിയൊന്ന് പുറത്തുനിന്ന് വെള്ളം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് വേണ്ടതെന്ന് കരുതിയിട്ട് 1000 ലിറ്ററിൻ്റെ 2 ടാങ്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഴക്കാലമായ കാരണം കൊണ്ട് കുഴപ്പമില്ല. ഓൾറെഡി ഇവിടെ മുകളിൽ നിന്ന് ഒരു ചോലയിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് ഒക്കെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അന്ന് വേനൽക്കാലമായതുകൊണ്ട് സാധാരണ ഉപയോഗിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായി കഴിഞ്ഞാലും നല്ല മഴ പെയ്ത് ഇവിടെ അടുത്തൊക്കെ നല്ല വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. കാരണം ഇവിടെ ഒരു കുഴൽക്കിണർ അടിക്കാനായിട്ട് ഞങ്ങൾ നോക്കി. ഏകദേശം 1 ലക്ഷം രൂപയാണ് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ അതിപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ടത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സെറ്റാക്കി വെച്ചിരിക്കണത്. പിന്നെ ഈ ഒരു വീടിന് ഇനി ബാക്കിയുള്ളൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷെയ്ഡ് വെച്ച് കൊടുക്കാനുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് ഇൻഡസ്ട്രിയിൽ ഷെയ്ഡ് വെക്കാച്ചിട്ടായിരുന്നു. അതിനും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഇതിൻ്റെ ഉള്ളിൽ ആൾക്കാർ അവർ നമ്മളെ കയറ്റി താമസിച്ചതിന് ശേഷം നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റും. അതേപോലെ ഫ്രണ്ടിൽ നമ്മൾ അത്യാവശ്യം നല്ല ഒരു 3.5 അടിയോളം നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഫ്രണ്ടിൽ പ്രശ്നങ്ങളൊന്നും വരില്ല. ബാക്കത്തെ സൈഡിലാണ് നമുക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ ഈ വരുന്നതാണ് രാജേട്ടൻ. അതാണ് നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നമുക്ക് ചെയ്ത അത് നോക്കിയിട്ട് കാര്യമില്ല. മഴക്കാലമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ നടക്കും. പ്രത്യേകിച്ച് ഈ പുറത്തത്തെ പെയിൻറ്റിങ് നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ലല്ലോ. അല്ല ഷെയ്ഡ് നമ്മൾ ഇതല്ല, നമ്മൾ ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ ജനലിന് നമ്മൾ മറ്റേ ഓടിൽ ഇൻഡസ്ട്രിയലായിട്ട് ചെയ്യാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഷെയ്ഡ് വെക്കുന്നുണ്ട്. വെള്ളം മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളം തെറിച്ച് കയറും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. എന്തായി കഴിഞ്ഞാൽ നമുക്കൊരു അടുത്ത ആഴ്ചയായിട്ട് തന്നെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അവരെ കൊടുന്ന് കയറ്റാം. മഴയാണ് പ്രശ്നം. വേറെ ഇങ്ങനത്തെ വർക്കാവുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ചുമര് വെക്കുന്ന വർക്കൊക്കെ നമ്മൾ മഴയാണെങ്കിലും കുറച്ച് നേരം മാറി നിന്നിട്ടൊക്കെ ചെയ്യാം. പക്ഷേ പെയിൻറ്റിങ്ങിൻ്റെ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, പെയിൻറ്റ് അടിച്ചോടത്തോളം ഇതേപോലെ ഒലിച്ച് പോവുകയാണല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഫൈനൽ ഫിനിഷ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പെയിൻറ്റിങ് ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ രാജേട്ടനെ ഇപ്പോൾ ഡെയിലി പണിയെടുക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? നല്ല മഴയാണെന്നുണ്ടെങ്കിൽ നല്ല മഴയാണെങ്കിൽ ലീവ് ആക്കല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഉള്ളിലെ വർക്കുകളൊക്കെ നടക്കും. ഫ്രണ്ട് ഇതല്ലേ ഈ രണ്ട് ഞാൻ അന്ന് പറഞ്ഞ പോലെ മുകളത്തതും ഈ 2 ഇതും ഈ ഫ്രണ്ട് സൈഡും അടിച്ചോളൂ ഗ്രേ. ഈ ഫ്രണ്ടേജ് ഉണ്ടല്ലോ, സീലിംഗ് വൈറ്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ളതും കൂടി ഗ്രേ അടിക്കാം നമുക്ക്. അപ്പം ഭിത്തി ഗ്രേ അടിക്കാം. അതെ, കാണാൻ കുഴപ്പമില്ല. പിന്നെ വയസ്സായ ആൾക്കാരല്ലേ, ചളിയാക്കാനൊന്നും ഇല്ലല്ലോ, പിള്ളേരിതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളൊരു വട്ടം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് തന്നെ എപ്പോഴും കിടക്കും. പിന്നെ ചേട്ടാ ഞാനിതിനൊരു സിങ്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സിങ്കിൻ്റെ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. അത് നമുക്ക് ആ ചേട്ടനോട് പറയാം. ഇത്രയില്ലേ, ഇനി പ്രശ്നമല്ല. ഇനി ഒറ്റ ദിവസത്തെ വർക്ക് കൊണ്ട് നമുക്ക് പരിപാടി ഫുള്ളായി തീരല്ലോ. പറ്റുകയാണെങ്കിൽ മഴ എപ്പോഴും മഴ തന്നെ, എപ്പോഴും മൂടിയിട്ടല്ലേ നിൽക്കണത്. അപ്പോൾ ഓക്കെ, അത് നമ്മളിനി അവരെ കയറ്റി താമസിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇട്ട് തരാം.